In a game, 3 balls are drawn from a box containing 5 white and 7 black balls. 10 points are given for each white ball drawn and 5 points are given for each black ball drawn. Calculate the expected points per game for a long run of the game. നമുക്കിവിടെ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് നിന്ന് ആ ബോക്സിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ 5 വൈറ്റും 7 ബ്ലാക്ക് ബോളുകളും ഉള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് നമുക്ക് താഴെ എഴുതി വയ്ക്കാം. അതായത് ടോട്ടൽ 12 ബോൾസ് ഉള്ള ഒരു ബോക്സാണ് നമ്മളെ കയ്യിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നത് 3 ബോളുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓരോ ബോളിൻ്റെയും ഓരോ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നത്? ഒരു വൈറ്റ് ബോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എത്ര പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്? 10 പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. 10 പോയിന്റ്സ് ഫോർ 1 വൈറ്റ് ബോൾ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ബ്ലാക്ക് ബോൾ ആണെങ്കിൽ അതിന് നമ്മൾക്ക് 5 പോയിന്റ്സ് ആണ് കൊടുക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് പോയിന്റ്സ് പെർ ഗെയിം. അതായത് എന്തിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കാണേണ്ടത്? പോയിന്റ്സ്, എത്ര പോയിന്റ്സ് ആണ് ഈ ഗെയിമിന് കിട്ടുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ ആരുടെ എക്സ്പെക്റ്റേഷനാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്ക് നമ്മളുടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പം ലെറ്റ് ദ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു പോയിന്റ്സ് ഏൺഡ് പെർ ഗെയിം അല്ലേ. പോയിന്റ്സ് ഏൺഡ്, എത്ര പോയിന്റുകളാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിനെ ഞാൻ എന്ത് പറയുന്നു? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണണമെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കുമെന്നും അതിനുശേഷം ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി കൂടിയാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് എത്ര പോയിന്റ്സ് ആണ് എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ബോളുകൾ സെലക്ട് ചെയ്യണത്. നമ്മൾ 3 ബോൾസാണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഓരോ ബോൾസ് സെലക്ട് ചെയ്യുമ്പോഴും ഓരോന്നിനും എത്ര പോയിന്റുകളാണ് ഓരോ സെറ്റിലും വരിക എന്ന് നോക്കാം. അപ്പോൾ 3 ബോളുകൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത 3ഉം വൈറ്റ് ബോളുകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ്സ് ആണ് കിട്ടുന്നത്? ഒരു വൈറ്റ് ബോളിന് 10 പോയിന്റ്സ് ആണ്. അപ്പം 3 വൈറ്റ് ബോളിന് നമ്മളെ പോയിന്റ്സ് എത്ര വരും? 30 പോയിന്റ്സ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ 3 ബ്ലാക്ക് ബോൾസ് ആവാം അല്ലേ. 3 ബ്ലാക്ക് ബോൾസിന് എത്ര പോയിന്റ്സ് ആണ് കിട്ടുക? ഒരു ബ്ലാക്ക് ബോളിന് 5 പോയിന്റ്സ് ആണ്. അപ്പം 3 ബ്ലാക്ക് ബോളിന് നമുക്ക് 15 പോയിന്റ്സ് വീതം കിട്ടും. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്താണ്? ഞാൻ എടുക്കുന്നതിൽ 2 വൈറ്റും ആൻഡ് ഒരു ബ്ലാക്ക് ബോളും എനിക്ക് എടുക്കാം അല്ലേ. അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ എനിക്ക് എത്ര പോയിന്റ്സ് ആണ് കിട്ടുന്നത്? 2 വൈറ്റിന് എന്ന് പറഞ്ഞാൽ 20 പോയിന്റും ആൻഡ് ഒരു ബ്ലാക്കിന് എത്ര പോയിന്റും കിട്ടും? 5 പോയിന്റ്. അങ്ങനെ ടോട്ടൽ 25 പോയിന്റ്സ് ആണ് ആ കേസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത 3 ബോളുകളിൽ ഒരു വൈറ്റും ആൻഡ് 2 ബ്ലാക്ക് ബോളുകളും ആവാം. അപ്പോൾ എത്ര പോയിന്റ്സ് ആണ് കിട്ടുന്നത്? ഒരു വൈറ്റിന് 10ഉം 2 ബ്ലാക്കിന് 2 × 5 അല്ലേ. അങ്ങനെ അഗെയിൻ 10 പോയിന്റ്സ്. അങ്ങനെ നമുക്ക് 20 പോയിന്റ്സ് ആവും. അതായത് നമ്മൾക്ക് എത്ര പോയിന്റ്സുകൾ നേടാം? ഒന്നില്ലെങ്കിൽ 30 പോയിന്റ്സ് 3ഉം വൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 15 പോയിന്റ്സ് നേടാം 3ഉം ബ്ലാക്ക് ആണെങ്കിൽ, 2 വൈറ്റും ഒരു ബ്ലാക്കും ആണെങ്കിൽ നമുക്ക് 25 പോയിന്റ്സ്, ഒരു വൈറ്റും 2 ബ്ലാക്കും ആണെങ്കിൽ നമുക്ക് 20 പോയിന്റ്സ്. അപ്പോൾ ഇത്തരം രീതിയിലാണ് എൻ്റെ 3 ബോളുകൾ. ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന 3 ബോളുകൾ വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടി. അതായത് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ് 30, 15, 25 ആൻഡ് 20. ഇതൊക്കെയാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ്. ഇനി നമുക്ക് ഇയാളുടെ പ്രോബബിലിറ്റി കൂടി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് റാൻഡം വേരിയബിൾ ദാറ്റ്സ് PMF. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് നമ്പർ ഓഫ് പോയിന്റ്സ് എന്താവേണ്ട പ്രോബബിലിറ്റി സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഓരോ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കാണാം. അപ്പോൾ ആദ്യം 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എഫ് ഓഫ് 30 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ്
capital X, that is a point earned, is equal to 30. അപ്പോൾ എപ്പോഴാണ് നമുക്ക് 30 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് 3 വൈറ്റ് ബോളുകളായിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 30 ഈസ് ഈക്വലൻ ടു ഗെറ്റിംഗ് 3 വൈറ്റ് ബോൾസ് അല്ലേ? നമ്മൾ ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 3 വൈറ്റ് ബോളുകൾ കിട്ടുമ്പോഴാണ് എനിക്ക് പോയിന്റുകൾ 30 പോയിന്റുകൾ കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ബാഗിൻ്റെ ഉള്ളിൽ വൈറ്റ് ബോൾ കാണാനുള്ള 3 വൈറ്റ് ബോളുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കിയാൽ മതി. അപ്പോൾ ഇതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻ്റ് ഈസ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്താണ് ശരിക്കും? ആദ്യം അത് എഴുതാം. അതായത് ഞാൻ 12 ബോളുകളുടെ ഇടയിൽ നിന്ന് 3 ബോളുകളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 12C3 വേസ് അല്ലേ? അപ്പം ഇനി ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 3 വൈറ്റ് ബോൾ കിട്ടാനുള്ള ഫേവറബിൾ കേസസ് നോക്കണം. അപ്പോൾ 3 വൈറ്റ് ബോളുകൾ ഞാൻ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുക? എൻ്റെ അടുത്ത് 5 വൈറ്റ് ബോളുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യണം. ദറ്റ് ഈസ് 5C3 വേസ്. Therefore the probability is 5C3 by 12C3 ആണ്. And the value will be equal to 10 by 220. ഞാനിപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരേ ഡിനോമിനേറ്റർ വെക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ അടുത്ത വാല്യൂ കൊടുക്കാം. എഫ് ഓഫ് 15 ആണ് ഞാൻ ചെയ്യുന്നത്. എഫ് ഓഫ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 15. നമ്മുടെ പോയിന്റുകൾ ഏൺ ചെയ്തിരിക്കുന്നത് 15 ആണ്. എപ്പോഴാണ് നമ്മൾ 15 പോയിന്റ്സ് ഏൺ ചെയ്യുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് 3 ബ്ലാക്ക് ബോൾ ആവുമ്പോഴാണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വലൻ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ബ്ലാക്ക് ബോൾസ് അല്ലേ? അപ്പോൾ 3 ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസസ്. ടോട്ടൽ കേസസ് എല്ലാത്തിലും 12C3 തന്നെയാണ്. നമ്മൾ ടോട്ടൽ കേസസ് എന്ന് പറഞ്ഞാൽ 12 ബോളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ 3 ബോളുകൾ സെലക്ട് ചെയ്യുന്നു. അതിൽ 3 ബ്ലാക്ക് ആവാനുള്ള കേസസ് ഏതൊക്കെയാണ്? ഫേവറബിൾ കേസസ് ആകെ 7 ബ്ലാക്ക് ബോളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ഞാൻ 3 എണ്ണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഫേവറബിൾ കേസസ് ഇസ് 7C3 by 12C3 ആൻഡ് ദ വാല്യൂ ഇസ് 35 by 220. 35 by 220 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എനിക്ക് കാണേണ്ടത് എഫ് ഓഫ് അടുത്ത വാല്യൂ 25. എഫ് ഓഫ് 25 എന്ന് പറഞ്ഞാൽ ദ പോയിന്റ്സ് ഏൺ, പ്രോബബിലിറ്റി ദാറ്റ് പോയിന്റ്സ് ഏൺ എക്സ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് നമുക്ക് 25 പോയിന്റ്സ് കിട്ടിയിരുന്നത്? ഞാൻ സെലക്ട് ചെയ്ത ബോളുകൾ 2 വൈറ്റും 1 ബ്ലാക്കും ആയിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് 12C3. ഇനി ഫേവറബിൾ കേസസ് നോക്കാം. 2 വൈറ്റ് ബോൾ ആണ്, 2 വൈറ്റ് ബോളും 1 ബ്ലാക്ക് ബോളാണ് കിട്ടുന്നത്. 2 വൈറ്റ് ബോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും. 5 വൈറ്റ് ബോളിൻ്റെ ഇടയിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ. എത്ര വേസിൽ സെലക്ട് ചെയ്യാം? 5C2 ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻഡ്യൂട്ട് അല്ലേ? ആൻഡ് 1 ബ്ലാക്ക് ബോൾ എനിക്ക് സെലക്ട് ചെയ്യണം. അത് 1 ബ്ലാക്ക് ബോൾ 7 ബ്ലാക്ക് ബോളുകളുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ എത്ര രീതിയിൽ പറ്റും? 7C1 വേസ്. ആൻഡ് ദ വാല്യൂ ഇസ് 70 by 220. പിന്നെ ലാസ്റ്റ് എഫ് ഓഫ് അടുത്ത വാല്യൂ 20 ആണ്. എഫ് ഓഫ് 20 ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 20 അല്ലേ? എപ്പോഴാണ് ക്യാപിറ്റൽ എക്സ് 20 ആവുന്നത്? എപ്പോഴാണ് നമുക്ക് 20 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എടുത്തിരിക്കുന്നത് 1 വൈറ്റും 2 ബ്ലാക്ക് ബോൾസും ആകുമ്പോൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ബോൾസ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഇതേപോലെ നമുക്ക് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 12C3 ആണ്. ഫേവറബിൾ കേസസ് നോക്കാം. 1 വൈറ്റ് ബോൾ കിട്ടണം. 5 വൈറ്റ് ബോളുകളുടെ ഇടയിൽ നിന്നാണ് 1 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യേണ്ടത്. 5C1 ആൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഇൻറ്റു 2 ബ്ലാക്ക് ബോൾസ് സെലക്ട് ചെയ്യേണ്ടത് 7 ബ്ലാക്ക് ബോൾസിൻ്റെ ഇടയിലാണ്. ദറ്റ് ഈസ് 7C2. സോ ദ വാല്യൂ ഈസ് 105 ഡിവൈഡഡ് ബൈ 220. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഓരോ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പ്രോബബിലിറ്റീസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഒന്നിച്ചിട്ടൊന്ന് എഴുതാം. ഞാൻ എഴുതാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂവും അയാളുടെ PMF എഫ് ഓഫ് എക്സും ആണ് എഴുതാൻ പോകുന്നത്.
നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് എടുക്കുന്ന ഫസ്റ്റ് വാല്യൂ ഒരു വാല്യൂ 30 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 10/220. അടുത്ത വാല്യൂ 15 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 35/220. അടുത്ത വാല്യൂ 25, അതിൻ്റെ പ്രോബബിലിറ്റി 70/220. അടുത്ത വാല്യൂ 20 ആണ്, വിത്ത് പ്രോബബിലിറ്റി 105/220. അപ്പോൾ ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂസും അതിൻ്റെ PMFകളും വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അയാളുടെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ? അതായത് ഓരോ എക്സ് വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ സമ്മാണ് എനിക്ക് കാണേണ്ടത്. ദറ്റ് ഈസ് 30 ഇൻറ്റു 10/220 പ്ലസ് 15 ഇൻറ്റു 35/220 പ്ലസ് 25 ഇൻറ്റു 70/220 പ്ലസ് 20 ഇൻറ്റു 105/220. ഒരു എക്സ് വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് അതിൻ്റെ സമ്മാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 21.25. ഇതാണ് എക്സ്പെക്റ്റഡ് പോയിൻറ്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For x with PDF, f of x is equal to kx into 2 minus x for 0 less than x less than 1 and f of x is equal to 0 elsewhere. Obtain the value of k. And second question, mean and variance of x. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തിട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് തന്നിരിക്കുന്നത് kx ഇൻറ്റു 2 മൈനസ് എക്സ് ആണ് അല്ലേ? എൻ്റെ എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കെ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ PDF വന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടൽ PDF ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന എന്ന പ്രോപ്പർട്ടിയാണ്. ആൻഡ് ടോട്ടൽ PDF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഇസ് കെ ഇൻറ്റു എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ്. ഇതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. അതിനെ ഡി എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതാം 2x മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. കെ ഇൻറ്റു 2x നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നോക്കുമ്പോൾ ഇവിടുത്തെ ഈ 2ഉം ക്യാൻസലായിപ്പോയി. കെ ഇൻറ്റു എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ 1 മൈനസ് 1 ക്യൂബ് 1/3 പിന്നെ 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോയി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓർ ദിസ് ഈസ് കെ ഇൻറ്റു 1 മൈനസ് 1/3 ദാറ്റ് ഈസ് 2/3. 2/3 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓർ കെ ഇസ് ഈക്വൽ ടു 3/2. ഇങ്ങനെയാണ് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. കെയുടെ വാല്യൂ കിട്ടിയപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 3/2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് എഴുതാം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളുടെ PDF.
ഇനി നമ്മൾ മീനും വേരിയൻസുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് 3/2 എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3/2നെ പുറത്തേക്ക് വയ്ക്കാം. 3/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. പിന്നെ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ഉണ്ട്, ഇൻറ്റു 2 മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x² മൈനസ് എക്സ് ക്യൂബ് എന്നാണ്, ഡി എക്സ്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/4 എന്ന് കിട്ടി. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2/3 കിട്ടും, മൈനസ് എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇവിടെ 1/4 എന്ന് വരും. 0 കൊടുക്കുമ്പം രണ്ട് ടേമുകളും 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 8 മൈനസ് 3 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 5/12, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 5/8. അതായത് 3ഉം 12ഉം അല്ല ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരുന്നു, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 5/8. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് 5/8 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് x² ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x²? ഇൻ്റഗ്രൽ ഓവർ x² ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 x² ഇൻറ്റു 3/2 എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 പുറത്തേക്ക് വയ്ക്കുന്നു. ഇൻ്റഗ്രൽ 0 to 1 വരെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പം നമുക്ക് 2x³ മൈനസ് എക്സ് റേസ് ടു 4 എന്നാണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു 2 ഇൻറ്റു എക്സ് ക്യൂബിനെ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/4 മൈനസ് എക്സ് റേസ് ടു 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5/5. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഇവിടെ നമുക്ക് വേണമെച്ചാൽ ഇതിവിടെ ക്യാൻസൽ ചെയ്തിട്ട് എക്സ് റേസ് ടു 4/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു, ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1/2. എക്സിന് 1 കൊടുത്തപ്പം 1/2 മൈനസ് ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1/5 വരും. 0 കൊടുക്കുമ്പോൾ ടേംസ് 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 5 മൈനസ് 2 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 3/10. ആൻഡ് ദ ആൻസർ ഇസ് 9/20. ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് x² ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ത് കിട്ടിയിട്ടുണ്ട്? 5/8 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 9/20 ആണ്, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 5/8 എന്ന് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 9/20 മൈനസ് 25/64. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 19/320 എന്നുള്ള ആൻസറാണ്. ഇതാണ് നമുക്ക് ഇവിടെ വേരിയൻസ് കിട്ടാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For two random variables x and y, prove that variance of x minus y is equal to variance of x plus variance of y minus 2 times covariance of xy.
ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാം, വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ ഡെഫിനിഷൻ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ എന്താ വേരിയൻസ് ഓഫ് വൈ? വേരിയൻസ് ഓഫ് വൈ വരികയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും അല്ലേ. ആൻഡ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈനെ നമ്മൾ എന്താ എഴുതുന്നത്? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇതാണ് വേരിയൻസിനും കൊവേരിയൻസിനൊക്കെ ഉള്ള എക്സ്പ്രഷൻ. ഇത് വെച്ചിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണെന്നാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ? അപ്പോൾ ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് എഴുതാൻ അറിയാം, അതേപോലെ വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈന്ന് എഴുതുന്നു. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഇതേപോലെ ഇവരെ എഴുതി അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ചെയ്യാൻ പോകുന്നത് ഇവരെ നമ്മൾ എക്സിൻ്റെ ടേമുകളെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ എക്സ് മൈനസ് വൈ വരുന്നു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് എഴുതും. അപ്പോൾ ദിസ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഒരു മൈനസ് ഓഫ് മൈനസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ പ്ലസ് ഇടുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് എഴുതും. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. ഒരു മൈനസ് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പ്ലസ് കിട്ടും. ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേമുകളെ ഞാൻ ഒരുമിച്ചിട്ട് എഴുതുകയാണ്. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഞാൻ എഴുതാൻ പോകുന്നത് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതിനെ ഒന്നിച്ചെടുത്തിട്ട് എഴുതി മൈനസ് പിന്നെ വൈൻ്റെ ടേമുകളെ നമ്മൾ ഒരുമിച്ചിട്ടെടുത്തിട്ട് എഴുതുന്നു. ദറ്റ് ഈസ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അവിടെ വരുന്നു പ്ലസ് ഇതിൻ്റെ സ്ക്വയർ വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ പുറത്ത് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓരോ ടേമിലേക്കും കൊടുക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഫസ്റ്റ് ടേം പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സെക്കൻഡ് ടേം എന്ത് വരുന്നു? വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ. പിന്നെ അടുത്ത ടേം 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പോൾ ഇങ്ങനെ ഇവരെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ടേമുകളെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് അടുത്ത ടേം എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് വേരിയൻസ് ഓഫ് വൈ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. മൈനസ് അടുത്തത് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അതെന്താണ്? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. അപ്പോൾ 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കൊവേരിയൻസ് ഓഫ് എക്സ് മൈനസ് എ കോമ വൈ മൈനസ് ബിനെ എങ്ങനെ എഴുതണം? ദാറ്റ് ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ എയും ബിയും എന്താണ്? 2 കോൺസ്റ്റൻസ് ആണ്. നമ്മളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കൊവേരിയൻസ് ഓഫ് എക്സ് മൈനസ് എ കോമ വൈ മൈനസ് ബി ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കൊവേരിയൻസിൻ്റെ എക്സ്പ്രഷൻ പോലെ ഇവിടെ എക്സും വൈയും നമ്മൾ എക്സ്പ്രഷൻ അറിയാം. അതിപ്പോൾ നമ്മളവിടെ എക്സ് മൈനസ് എയും വൈ മൈനസ് ബിയും വെച്ചിട്ട് അതിനെ എഴുതുകയാണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എന്താ എഴുതാദ്യം? എക്സ് മൈനസ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എ.
ഇൻറ്റു വൈ മൈനസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് ബി. നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ്, നമ്മൾ ആദ്യം ഇവിടുത്തെ ബ്രാക്കറ്റ് മാറ്റി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് മൈനസ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എന്ന് നമുക്ക് എഴുതാം അല്ലേ. പക്ഷെ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ? എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതാം. ഇവിടേക്ക് എഴുതുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എ ആണ്. ഇവിടെ ഓൾറെഡി പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലസ് എ എന്ന് എഴുതാം. അതാണ് ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്ത ടേമിന് ഇതേപോലെ വൈ മൈനസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ, അതുമാതിരി ബീന് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി വരും. എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ പ്ലസ് ബി എന്നാണ് വരുന്നത്. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് ബി എന്നാണ് ഓൾറെഡി വരുന്നത്. ബ്രാക്കറ്റ് മാറ്റുമ്പോഴാണ് ഇവിടെ പ്ലസ് ബി വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത്.